വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു അയല മുളകിട്ടതുണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചങ്ങെടുത്ത് മാറ്റും മോന് വറുക്കാൻ വേണ്ടിയിട്ട്, ബാക്കി കറിയാക്കാമല്ലോ, മുളകിട്ട കറി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുടംപുളിയുടെ വെള്ളം നമുക്ക് മീൻ കഴുകാനും എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കൂട്ടി വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. മീനിൻ്റെ 2 സൈഡും ഇതുപോലെ കത്രികയ്ക്ക് അങ്ങ് വെട്ടി കൊടുത്തതിന് ശേഷം ഇതിന് ചെറിയ ചെതുമ്പലുണ്ട് ആ തലയുടെ ആ ഭാഗമായിട്ട്, അപ്പോൾ അതും കൂടെ അങ്ങ് ചുരണ്ടിക്കളയണം. കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് മുറിച്ചെടുത്താൽ മതി. മുറിച്ചിട്ട് സൈഡൊക്കെ വെട്ടി അതിൻ്റെ അകത്തെ അഴുക്കൊക്കെ അങ്ങ് എടുത്ത് കളയണം. നല്ല ഫ്രഷ് അയലയാണ്, അതുകൊണ്ട് വെട്ടാനൊക്കെ നല്ലൊരു എളുപ്പമുണ്ട്. ഞാനിവിടെ വെട്ടി ഉപ്പിനകത്തേക്കായിരുന്നു കേട്ടോ. കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ചട്ടിയിൽ. ഈ വെട്ടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ആ കല്ലുപ്പിട്ട് നല്ലതുപോലെ തേച്ച് കഴുകി ഒരു 3-4 വെള്ളം കഴുകിയെടുക്കണം. നല്ലതുപോലെ അകത്തെ കൈയൊക്കെ ഇട്ട് അതിനകത്തെ ആ ചെളിയൊക്കെ അങ്ങ് എടുത്ത് കളയണേ. ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ട് എടുക്കണം. ഇനി ഞാൻ കഴുകി നല്ലതായിട്ട് 2-3 വെള്ളം കഴുകിയതിന് ശേഷം ആ കുടംപുളി ഇട്ടൊരു 10 മിനിറ്റ് വെച്ചിട്ട് വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയിട്ട് എടുത്തു. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മീൻ 3 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മുറിച്ചെടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇതുമൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ഇഞ്ചിക്കകത്തൊക്കെ മണ്ണൊക്കെ കാണും, അതുകൊണ്ട് നല്ലതുപോലെ 3-4 വെള്ളം കഴുകി നമുക്കതും എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. അതായത് ഇഞ്ചിയും ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം നമുക്ക്, അല്ലെങ്കിൽ ഇഞ്ചി അരയത്തില്ല. ബാക്കിയെല്ലാം പെട്ടെന്ന് അങ്ങ് അരയും. എന്നിട്ട് ഞാനിവിടെ ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പച്ച ഉലുവയില്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ചുമന്ന് വരണം. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ചട്ടിയിൽ പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഞാനിപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിന് ശേഷം നമുക്ക് ഗ്യാസ് വീണ്ടും കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അരപ്പൊക്കെ അങ്ങ് തിളച്ചോളും. ഇവിടെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. തിളയൊക്കെ ചെറുതായിട്ട് വന്നിനി അതിലേക്ക് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയും നമ്മൾ അടുത്ത് വെച്ചിരുന്ന പച്ചമുളകില്ലേ, പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓപ്ഷണലാണ്, എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടാം. കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് മീനിൻ്റെ ആ കഷ്ണമില്ലേ, നമ്മൾ മീനൊക്കെ വെട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കരുത്, കഷ്ണമൊക്കെ അങ്ങ് പൊടിഞ്ഞു പോവുക. വെന്ത് കഴിയുമ്പോഴത്തേനും പിന്നീടും ഇളക്കിയാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചിട്ടുണ്ട്. തിള വന്നപ്പോൾ ഞാൻ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തേ. കുടംപുളി നല്ല പുളിയുള്ള കുടംപുളിയാണ്. ഞാൻ ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുത്തു. ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ട് അടച്ചു വെച്ചു. ഒന്നും കൂടെ ഞാനെടുത്തൊന്ന് ചുറ്റിച്ചു. സ്പൂണോ തവിയോ ഒന്നും ഇടല്ല, കഷ്ണം അങ്ങ് പൊടിഞ്ഞു പോവും. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചേ എടുക്കാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി, എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട്. ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഇതിനൊന്ന് കടുകും കൂടെ താളിക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ടു, വറ്റൽമുളകും കൂടെ
ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് മൂത്ത് വരട്ടെ, ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ.